ആചാര്യസ്വാമികളുടെ അഭ്യർത്ഥന മാനിച്ച് ദേവി പറയണു, നീ മുമ്പിൽ പൊക്കോളൂ, ഞാൻ പുറകെ വന്നോളാം എന്ന് പറയുകയാണ്. ഈ എൻ്റെ ചെലങ്കയുടെ ശബ്ദം പുറകിൽ നീ കേട്ടോ, അവിടെ ഈ കേട്ടുകൊണ്ട് അദ്ദേഹം മുമ്പിൽ നടക്കണം. ഈ കൊല്ലൂർ വരുമ്പം ഈ ചെലങ്കയുടെ ശബ്ദം കേൾക്കാതെ വരികയാണ്. അദ്ദേഹം തിരിച്ച് പനച്ചിക്കാട്ടേക്ക് പോരാൻ നേരം അദ്ദേഹത്തിൻ്റെ ഓലക്കുടയിൽ ഈ ദേവി, അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തിയായിട്ടുള്ള സരസ്വതി അദ്ദേഹത്തിൻ്റെ കൂടെ വരികയാണ് ഇവിടെ. പനച്ചിക്കാട് പ്രദേശം ശരിക്കും പറയണത് തപോഭൂമിയായിരുന്നു എന്നാണ് പറയാം. മഹർഷിമാർ വന്ന് തങ്ങിയിരുന്ന സ്ഥലമാണ്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്തത് ജോഗീന്ദ്ര സിംഗിൻ്റെ കഥ പറയാൻ തുടങ്ങിയപ്പോഴാണ്. സരസ്വതി ക്ഷേത്ര നിർമ്മാണവും ജോഗീന്ദ്ര സിംഗും സിഖ് ഗ്രാമവും. ആ കഥ ശ്രീധരൻ പറഞ്ഞു തരുമെന്ന് വിചാരിക്കുന്നു. ജോഗീന്ദർ സിംഗ് ശാരദാക്ഷേത്രത്തിൻ്റെ, ഇപ്പോഴത്തെ ഈ ശാരദാക്ഷേത്രത്തിൻ്റെ ചരിത്രമായിട്ട് പറഞ്ഞാൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു പേരാണ്. ഇത് 2000കളുടെ തുടക്കത്തിലാണ് ഈ ജോഗീന്ദർ സിംഗ് ഗവൺമെൻറ് സർവീസിൽ ജോലിയായിട്ട് ഈ തീത്തുവാൾ പ്രദേശം എല്ലാം അദ്ദേഹത്തിൻ്റെ ഈ ഒരു പരിധിയിൽ വരണതാണ്. അദ്ദേഹം അവിടെ വരികയും വന്നപ്പോൾ ഈ ഞാൻ മുമ്പ് പറഞ്ഞു തീയിട്ട് നശിപ്പിച്ച ആ ക്ഷേത്രം ഉണ്ട് അവിടെ, ശാരദാ യാത്രാക്ഷേത്രം, അവിടെയാണല്ലോ തീത്തുവാൾ ഉണ്ടായിരുന്നത്. ആ സ്ഥലം അദ്ദേഹം കണ്ടപ്പോൾ ഇങ്ങനെ ആ ക്ഷേത്രവും അതിനോട് ചേർന്നൊരു ഗുരുദ്വാരയായിരുന്നു. ഈ സ്ഥലങ്ങൾ അദ്ദേഹം കണ്ടപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ഇത് ഈ വീണ്ടെടുക്കണം എന്നൊരു തോന്നൽ. അപ്പോൾ അതിൻ്റെ എല്ലാ റവന്യൂ റെക്കോർഡുകളെല്ലാം നഷ്ടപ്പെട്ടിരുന്നു അവിടെ. പിന്നീട് അദ്ദേഹം നീണ്ട ഒരു ലീഗൽ ഫൈറ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇതെല്ലാം തപ്പിയെടുത്തു, ശ്രീനഗറിൽ നിന്ന് അന്ന് കിട്ടാവുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം തപ്പിയെടുത്തു. പക്ഷേ അന്നത്തെ സിസ്റ്റം മുഴുവൻ ഇതിനെതിരാണ്. ഇങ്ങനെ ഒരെണ്ണം വീണ്ടും വരിക എന്നുള്ളതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നത് തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇദ്ദേഹം അത് ലീഗലി, അത് കൂടാതെ കായികമായിട്ട് നേരിടേണ്ടത് കായികമായിട്ട് തന്നെ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊക്കെ ഒരുപാട് എതിർപ്പ് അന്നത്തെ കാലത്തുണ്ടായിരുന്നു. ആ ഇത് ഒരു നീണ്ട ഒരു 10-15 വർഷത്തെ ഒരു ഈ യുദ്ധത്തിന് ശേഷം, നിയമയുദ്ധത്തിന് ശേഷം അത് വീണ്ടെടുത്ത് മാർക്ക് ചെയ്ത് അദ്ദേഹം ഈ സ്ഥലം തിരിച്ചിട്ടു അവിടെ. അതിനി വേറെ ആർക്കും അത് എൻക്രോച്ച് ചെയ്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അദ്ദേഹം ആക്കിയിട്ടു. അതിനുശേഷം പക്ഷേ അദ്ദേഹത്തിനൊരു ക്ഷേത്രം അവിടെ പണിയാനുള്ള ഒരു ശേഷി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ആ സ്ഥലം ആണ് അതവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കിടന്നിരുന്ന ഈ സ്ഥലത്തെയാണ് ഒരു ക്ഷേത്രം ഗുരുദ്വാരയാക്കി മാറ്റണം എന്ന് പറഞ്ഞ് ഈ ഗ്രാമവാസികൾ രവീന്ദ്ര പണ്ഡിതാജിയുടെ അടുത്ത് വരും. ആ സ്ഥലം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ്, അത് വീണ്ടെടുത്തത് കൊണ്ടാണ് ആ ക്ഷേത്രം അവിടെ ഉണ്ടായത്. അപ്പോൾ ജോഗീന്ദർ സിംഗ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അന്ന് ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ ആ എഫേർട്ട് നമ്മൾ മറക്കാൻ പാടില്ല. നമ്മളത് ഇപ്പോഴാണെങ്കിൽ പോലും അദ്ദേഹം ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ താമസിച്ചിരുന്ന വില്ലേജ് അവിടെ നിന്നൊരു 6-7 കിലോമീറ്റർ മാറിയിട്ട് തർബോണി എന്ന് പറഞ്ഞൊരു വില്ലേജാണ്. അത് നമ്മൾ അങ്ങോട്ട് തന്നെ അന്വേഷിച്ച് പോയെങ്കിലാണ് അവിടെ ചെല്ലുക. നമ്മൾ ആദ്യ യാത്രയിൽ അവിടെ പോയിരുന്നു. അവിടെ പോയി ഞങ്ങൾ ഈ ശാരദാ യാത്രാ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ അവിടെ ഇങ്ങനെ പലരുടെ പടങ്ങൾ വെച്ചിരിക്കുന്ന കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ പടം ഉണ്ട് അവിടെ. പക്ഷെ എന്താണ് ഇദ്ദേഹത്തിൻ്റെ റോളെന്നൊന്നും അവിടെ പ്രത്യേകിച്ച് പറയണ്ടായിരുന്നില്ല. അപ്പം നമ്മളുടെ ഒരു സുഹൃത്ത് അവിടെ നേരത്തെ ഈ സ്വാമി ഹരിബ്രഹ്മേന്ദ്രാനന്ദ സ്വാമിജിയുടെ കൂടെ അവിടെ ചെന്നിരുന്ന ഒരു അജയകുമാർ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ യാദൃശ്ചികമായിട്ട് ഞങ്ങളെ വിളിക്കാനിടയാവുകയും അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എവിടെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഈ സിഖ് വില്ലേജിൽ പോകണം, അവിടെ ചെന്ന് ഈ ജോഗീന്ദർ സിംഗുമായിട്ട് കാണണം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നമ്പർ അദ്ദേഹത്തിൻ്റെ അവിടെ നിന്ന് തന്നെ സംഘടിപ്പിച്ച് അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങേന്ന് കാണണമെന്നുണ്ട്, ഞങ്ങളിങ്ങനെ കേരളത്തിൽ നിന്ന് അന്വേഷിച്ച് വരുന്ന ആൾക്കാരാണ്, ശാരദാ ക്ഷേത്രത്തിൽ വന്നപ്പോൾ അങ്ങേയും കൂടെ കാണാതെ അത് പൂർത്തിയാവില്ല എന്ന് തോന്നി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയും, വളരെ സന്തോഷം, നേരിട്ട് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊന്നും ആരും അങ്ങനെ വരാറൊന്നുമില്ല, ഇങ്ങനെ അന്വേഷിച്ച് വരുന്നവരും ഞങ്ങളെ ഇങ്ങോട്ടൊന്നും വരാറില്ല, ഞങ്ങൾക്ക് അങ്ങനെ അങ്ങേയായിട്ട് കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു സങ്കല്പം, അതാണ്, തിരിച്ചു വരുന്ന വഴി ഞങ്ങളവിടെ വരാമെന്ന് പറഞ്ഞു. തിരിച്ച് നമ്മൾ ഈ ശ്രീനഗറിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന അല്ലെങ്കിൽ തീത്തുവാളിന് ചെല്ലുന്ന വഴിയിൽ നിന്ന് കുറച്ച് തിരിഞ്ഞു പോകണം. അതോടെ ഞങ്ങളുടെ ഈ ആദ്യ യാത്രാ പദ്ധതിയിൽ അതില്ലായിരുന്നു. പിന്നീട് ഈ തർബോണിയും കൂടെ പെടുത്തി തിരിച്ച് ഞങ്ങളിങ്ങോട്ട് വരുമ്പോൾ ഞങ്ങളെ ആ മൊത്തം ഗ്രാമം ഞങ്ങളെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അവർക്ക് അത്ഭുതം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതൊക്കെ അവരുടെ ഒരു ധർമ്മം പോലെ അവർ ചെയ്തതാണ്. അതിനങ്ങനെ പ്രതിഫലം ഇച്ഛിച്ച് ചെയ്തതല്ല ഇദ്ദേഹമൊന്നും. അത് പക്ഷേ നമ്മളത് അതിനൊരു വില കൊടുക്കേണ്ടത് നമ്മളാണ്. അദ്ദേഹം ഇത് ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ ഇന്നത് സാധ്യമാവില്ല. നമ്മൾ പോലും ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ശാരദായാത്ര എന്ന് പറയണത് പോലും ഇദ്ദേഹത്തിൻ്റെ ഇവരുടെയൊക്കെ കൂടെ ആ ഒരു ഈ കർമ്മഫലമാണ്. അത് നമ്മൾ ചെയ്യുമ്പോൾ അവിടെയും കൂടെ ഞങ്ങളിപ്പോൾ ഇത്തവണ പോകുമ്പോഴും ഞങ്ങൾ ഈ ഒക്ടോബറിൽ ഉള്ള യാത്രയും നമ്മളുടെ യാത്രാ പദ്ധതിക്കകത്ത് ഈ തർബോണിയും ചില ശക്തികൾ, ചില ചരിത്രങ്ങളൊക്കെ എത്ര മായ്ച്ചു കളഞ്ഞാലും മായ്ക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു
ഒരു വിത്ത് ഏതെങ്കിലും ഒരു മഴയത്ത് നാമ്പിട്ട് വരുമെന്ന് പറയുന്ന പോലെയാണല്ലേ സത്യം. കത്തിച്ച് അതെ, കളഞ്ഞ അതെ. ക്ഷേത്രം, നശിപ്പിക്കപ്പെട്ട ക്ഷേത്രം. അതെ. അത് ഒരു സിഖ് മത വിശ്വാസിക്ക് ആ ക്ഷേത്രത്തിന്റെ ഭൂമി സംരക്ഷിക്കണമെന്ന് തോന്നുന്നു, വലിയ നിയമയുദ്ധം നടത്തുന്നു, അവസാനം ആ ഭൂമി തരംതിരിച്ചിടുന്നു. മറ്റൊരാൾക്ക് അവിടേക്ക് വരുമ്പോൾ ഒരു ഇസ്ലാം മത വിശ്വാസിക്ക് തന്നെ തോന്നുന്നു അവിടെ ക്ഷേത്രം പണിയണമെന്ന് ആവശ്യം ഉന്നയിക്കുന്നു, അതെ. ക്ഷേത്രം പണിയുന്നു. കേരളത്തിൽ നിന്ന് നിങ്ങളെപ്പോലെ കുറേ പേർ അവിടേക്ക് പോകുന്നു. ഇന്ന് നമ്മളിത് സംസാരിക്കുന്നു, നാളെ ഒരു പക്ഷേ ശബരിമല പോലെ, മൂകാംബിക പോലെ, പഴനി പോലെ ഒക്കെ, കേദാർനാഥ് പോലെയൊക്കെ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമായി മാറുമായിരിക്കാം. അതെ. ഒരുപക്ഷെ ആ പാക് അധിനിവേശ കാശ്മീർ എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഭാഗത്തേക്കുള്ള ആ, സരസ്വതി പീഠത്തിലേക്കുള്ള യാത്ര പോലും സാധ്യമാകുമായിരിക്കാം എന്നുള്ളതാണ്. അല്ലാതെ രോഹിത്, ഒരു എന്താണെന്ന് വെച്ചാൽ, അറിവ് എന്ന് പറയുന്നതോ നമ്മളുടെ ഉള്ളിലെ ആ ഒരു സങ്കല്പം എന്ന് പറയുന്നത് ദേശങ്ങൾക്കോ ഈ മറ്റ് പുറമേ നമ്മൾ ആയിട്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന മറ്റ് അതിർത്തികൾക്കൊക്കെ അപ്പുറത്താണ്. നാളെ ആൾക്കാർക്ക് ഇതിന് വേറൊരു തിരിച്ചറിവ് ഉണ്ടാകാൻ സാധ്യമല്ല എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഞങ്ങളുടെ സങ്കല്പം അതായിരുന്നു. ഒരു ടീച്ചർ അന്ന് പറഞ്ഞിരുന്നില്ലേ, ഞങ്ങളൊരു ശ്രീചക്രം പ്രതിഷ്ഠിച്ചെന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ, അതൊരു സങ്കല്പത്തോടു കൂടിയാണ് പ്രതിഷ്ഠിച്ചത്. ഈ പഴയ ശാരദാപീഠത്തിലൊരു ശ്രീചക്രം ഉണ്ടായിരുന്നു അത്രേ. ശാരദാപീഠത്തിൽ ശാരദാപീഠത്തിലെ ശ്രീചക്രമൊക്കെ പിന്നീട് അത് നഷ്ടപ്പെട്ടു പോയിരുന്നു. ഞങ്ങളുടെ സങ്കല്പം, ഞങ്ങൾ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ പീഠത്തിൽ ഒരു ഇതിനാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം, അവിടെ ഒരു ഇതിനകത്താണ് ഈ ശ്രീചക്രം. നമ്മൾ അതിൻ്റെ ഈ ശാരദാദേവിയുടെ വിഗ്രഹത്തിന് മുമ്പിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതിലെ സങ്കല്പം എന്താ വെച്ചാൽ, നാളെ ഒരു ദിവസം ഈ ശാരദാപീഠം വീണ്ടെടുക്കുകയാണെങ്കിൽ അവിടെ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള സങ്കല്പത്തിലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അന്ന് ഈ രവീന്ദ്ര പണ്ഡിതാജിയുടെ ഒരു സുഹൃത്ത് ഈ ഈ POK അവിടെ ശാരദ എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ പേര് ഇപ്പോൾ ശാരദ എന്ന് തന്നെയാണ് അറിയപ്പെടുക. അവിടുന്ന് കൊണ്ടുവന്ന ഒരു കല്ല് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്, ഇതിനോട് ചേർത്ത് തന്നെ. ഇതിനെ രണ്ടിനെയും തമ്മിൽ ഇവിടെ വെച്ച് നമ്മൾ യോജിപ്പിച്ചതാണ്. നാളെ ചിലപ്പം ഒരുപക്ഷെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇനിയൊരു യാത്രയിൽ നമുക്ക് ഈ ശ്രീചക്രം അവിടെ ചെന്ന് ദർശിക്കാനും നമസ്കരിക്കാനും ഉള്ള ചിലപ്പോൾ അടുത്ത തലമുറയ്ക്കാണെങ്കിൽ പോലും പാക് അധിനിവേശ കാശ്മീരിൽ ഒരു സരസ്വതി പീഠത്തിൽ ഒരു ക്ഷേത്രം ഉയരുമ്പോൾ മലയാളികളായ ഒരു കൂട്ടം ആളുകൾ അവിടെ എത്തി ആദ്യമേ ഇത് സങ്കല്പം വെച്ച് അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ട ശ്രീചക്രവും ആ കല്ലും ഒക്കെ ആ ക്ഷേത്രത്തിന്റെ ഭാഗമാകുമായിരിക്കും. അന്ന് ഈ പറയപ്പെടുന്ന യൂട്യൂബും ടെക്നോളജിയും ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ആ തലമുറ ഇരുന്ന് കാണുമ്പോൾ അതൊരു അത്ഭുതമായി അവർക്ക് തോന്നട്ടെ. അതായിരിക്കും ഒരുപക്ഷെ ഞങ്ങൾക്കുള്ള നിയോഗം. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഇതിനകത്ത് ഭയങ്കര അത്ഭുതത്തോടെ കാണുന്ന ഒരു കാര്യം, പ്രൊഫസർ സരിതായിയെ ഒരു ഇന്റർവ്യൂവിന് വിളിച്ചപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു ഓണം എപ്പിസോഡായിരുന്നു. കാരണം ചേച്ചിയുടെ ഒരുപാട് പ്രഭാഷണങ്ങൾ കേട്ട് ചേച്ചി ഏത് വിഷയത്തെ, പക്ഷെ അതിലാണ് ഇരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് 1 മണിക്കൂർ സമയം മാത്രമേ അന്ന് കിട്ടിയുള്ളൂ. എൻ്റെ തിരക്കുകൊണ്ട്, എനിക്ക് അടുത്ത ഷൂട്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ട്. പക്ഷെ ഞങ്ങൾ സംസാരിച്ചത് മുഴുവൻ സരസ്വതി ക്ഷേത്രത്തെക്കുറിച്ചും സരസ്വതി പീഠത്തെ പറ്റിയാണ്. അതവിടെ അവസാനിച്ചു എന്ന് വിചാരിച്ചെടുത്താണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ഇപ്പോൾ എന്തോ എൻ്റെ മനസ്സിൽ ചേച്ചിയായിട്ട് ഇന്റർവ്യൂ എടുക്കുമ്പോഴും ഈ സരസ്വതി ക്ഷേത്രവും സരസ്വതി പീഠവും ഞാൻ കണ്ടിട്ട് പോലില്ല, ഫോട്ടോയിൽ പോലും കണ്ടില്ല. പക്ഷേ ഞാൻ ചേച്ചി പോയതിനു ശേഷം ചോദിച്ചു, ചേച്ചിയുടെ ഒരു ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിക്കണമായിരുന്നു എന്ന് വിചാരിച്ചതാണ്. നിങ്ങൾ എനിക്ക് ഫോട്ടോ തരും എന്ന് ഞാൻ, അല്ലെങ്കിൽ വീഡിയോസ് തരും ഇതിലിടാൻ വേണ്ടിയിട്ട് എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെയാകാം. ഇതുപോലെ ഒരുപാട് പേർ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഭാരതത്തിൻ്റെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടേക്ക് വരട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പ്രാർത്ഥനകളാണല്ലോ. ഒരുപക്ഷെ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന സർക്കാർ അവരത് ചെയ്യുമായിരിക്കും. ഇല്ലെങ്കിൽ അവർക്ക് അവിടെ ഒരു അമിത്ഷാജിയാണ് അവിടെ ഉദ്ഘാടനം ചെയ്തത്, സ്വാഭാവികമായിട്ടും അത് സംഭവിക്കുമായിരിക്കാം. ഈ നമ്മൾ നേരത്തെ ഇപ്പോൾ കാശ്മീരിലെത്തി കഴിയുമ്പോൾ ശങ്കരാചാര്യ ക്ഷേത്രത്തിൽ പോകുന്നതിനെ പറ്റിയൊക്കെ സംസാരിച്ചിരുന്നു. സത്യത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ ആദ്യമേ തന്നെ പറയേണ്ടുന്ന ഒന്നാണ് താങ്കളുടെ പനച്ചിക്കാട് ക്ഷേത്രവുമായിട്ടുള്ള കണക്ഷൻ. കാരണം കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയ സരസ്വതി ക്ഷേത്രം, അവിടുത്തെ ഇന്നത്തെ തലമുറയിൽപ്പെട്ട ആളാണ് ശ്രീജിത്ത് നമ്പൂതിരി. ഇൻട്രൊഡക്ഷനിൽ പറയേണ്ടതാണ്, ഞാനത് പിന്നീട് പറയാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഈ ശങ്കരാചാര്യ പരമ്പര അല്ലെങ്കിൽ ശങ്കരാചാര്യരുമായി ബന്ധപ്പെടുത്തി ഈ പറയപ്പെടുന്ന ക്ഷേത്രങ്ങളെ എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുക? കാരണം ഈ സരസ്വതി പീഠവും അവിടെ ശങ്കരാചാര്യർ പോയതുമൊക്കെ കഴിഞ്ഞ ദിവസം സരിതായിർ പറഞ്ഞിരുന്നു, ചേച്ചി പറഞ്ഞിരുന്നു. അപ്പം അതെങ്ങനെയാണെന്ന് കണക്ട് ചെയ്യാൻ പറ്റുക? എൻ്റെ കുടുംബം പനച്ചിക്കാട് കിഴുപ്പുറം എന്ന് പറയുന്ന ഇല്ലാണ്. കിഴുപ്പുറത്ത് ജനിക്കുന്ന ഓരോ കുട്ടിയുടെയും ഉള്ളിൽ ഞങ്ങളെല്ലാവരും ശങ്കരാചാര്യസ്വാമികളുടെ ഒരു പൈതൃക ബന്ധം നമ്മൾ സ്വയം സങ്കല്പിക്കാറുണ്ട്. അതിന് കാരണം ഞങ്ങൾ പറഞ്ഞു കേട്ടിരിക്കുന്ന കഥകളുടെ ബാക്കിയാണ്. ശങ്കരാചാര്യ സ്വാമികളുടെ ഒരു ജീവിത
ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ ചുരുങ്ങിയ കാലമാണ് 32 വയസ്സെന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴത്തെ കാലഘടന വെച്ച് നോക്കിയാൽ വളരെ ചുരുങ്ങിയ കാലമാണ്. പക്ഷേ ഒരു മനുഷ്യജീവിതത്തിലല്ല, അനേക മനുഷ്യജീവിതത്തിൽ സാധിക്കാവുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം പൂർത്തീകരിച്ചതാണ്. ഒരുപക്ഷെ നമ്മളുടെ ഈ സാംസ്കാരിക ചരിത്രത്തിൽ അദ്ദേഹം ശങ്കരാചാര്യർക്ക് മുമ്പ് ശങ്കരാചാര്യർക്ക് ശേഷം എന്ന് തിരിക്കാവുന്ന തരത്തിലുള്ള ഒരു ഒരു തരംതിരിവ് നമുക്ക് ഇവിടെ നമുക്ക് സങ്കല്പിക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ സർവജ്ഞപീഠം വരെയുള്ള പരമോന്നതമായിട്ടുള്ള ഒരു ഔന്നത്യത്തിലെത്തിയ ഒരാൾക്ക് ഒരുപക്ഷെ ജീവിതത്തിൽ സാധിക്കാതെ പോയ കാര്യം എന്ന് നമുക്ക് ചിന്തിക്കാവുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ ഈ പരാശക്തി അല്ലെങ്കിൽ ദേവി സങ്കല്പത്തിൽ അദ്ദേഹം ഈ കുടജാദ്രിയിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞ ഒരു കഥ. പ്രസിദ്ധമായ മൂകാംബികയുടെ ഐതിഹ്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. മൂകാംബി എന്ന് പറയുന്ന ആ ക്ഷേത്ര, കൊല്ലൂർ ക്ഷേത്ര സങ്കേതത്തിൽ മൂകാംബി ദേവി അവിടെ വരാനുണ്ടായ കാരണം ഒരുപക്ഷെ ഈ ശങ്കരാചാര്യസ്വാമികളുടെ ഒരു ആഗ്രഹത്തിൻ്റെ പകുതിയിലുള്ള ഒരു തടസ്സമായിരുന്നു. വേണമെങ്കിൽ തടസ്സം എന്ന് പറയാമെന്ന് ചോദിച്ചാൽ അറിയില്ല, ചിലപ്പോൾ നിയോഗം അങ്ങനെ ആയിരിക്കും അത് വേണ്ടി വരിക എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ ഒന്നും തടസ്സമായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റില്ലല്ലോ. കുടജാദ്രിയിൽ നിന്നും ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി കേരളത്തിലേക്ക് എൻ്റെ കൂടെ വരണം എന്ന് ആചാര്യസ്വാമികളുടെ അഭ്യർത്ഥന മാനിച്ച് ദേവി പറയണു, നീ മുമ്പിൽ പൊക്കോളൂ, ഞാൻ പുറകെ വന്നോളാം എന്ന് പറയുകയാണ്. ഈ എൻ്റെ ചെലങ്കയുടെ ശബ്ദം പുറകിൽ നീ അവിടെ ഈ കേട്ടുകൊണ്ട് അദ്ദേഹം മുമ്പിൽ നടക്കണം. ഈ കൊല്ലൂർ വരുമ്പം ഈ ചെലങ്കയുടെ ശബ്ദം കേൾക്കാതെ വരികയാണ്. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ഈ പുറകിലുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയം മനുഷ്യസഹജമായിട്ട് വരാം. ആചാര്യസ്വാമികളും മനുഷ്യനാണ്, അങ്ങനെ നോക്കിയാൽ. അദ്ദേഹം തിരിഞ്ഞു നോക്കുന്നു. ദേവിയുടെ ആ ഒരു വാക്കിനെ സന്ദേഹിച്ചതിൻ്റെ ഭാഗമായിട്ടാവും ദേവി പറയണം, ഇനി നീ മുമ്പോട്ട് പോയിക്കോളൂ, ഞാനിവിടെ ഇരിക്കുകയാണ്, എൻ്റെ സ്ഥാനം ഇതാണെന്ന് പറഞ്ഞ് ദേവി അവിടെ ഇരിക്കുകയാണ് ചെയ്യുക. ഒരുപക്ഷെ അദ്ദേഹം പൂർത്തീകരിക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു സങ്കല്പം. പിന്നീട് ഒരു 700ഓളം വർഷം മുമ്പാണ് ഞങ്ങൾ സരസ്വതി ക്ഷേത്രം, പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം കണക്ക് കൂട്ടുന്ന 700ഓളം വർഷം മുമ്പാണ്. വിഷ്ണു ക്ഷേത്രം നേരത്തെ ഉണ്ടായിരുന്നതാണ്, അവിടെ വന്നവർക്കറിയാം. അവിടെ 2 ക്ഷേത്രങ്ങളാണ്. ഈ സരസ്വതി ക്ഷേത്രം പിന്നീട് വിഷ്ണു ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രക്കുളത്തിൻ്റെ ഭാഗത്തായിട്ടാണ് വരിക. ഇവിടെ ദേവി വന്നതിൻ്റെ ഐതിഹ്യമാലയ്ക്കകത്ത് വളരെ വിസ്തരിച്ച കഥ പറയുന്നുണ്ട്. ഈ ഇല്ലത്തെ, കിഴുപ്പുറം എന്ന് പറയുന്ന ഇല്ലത്തെ ഒരു മുത്തശ്ശൻ, ഞങ്ങളുടെയൊക്കെ മുമ്പുണ്ടായിരുന്ന ഒരു 714 തലമുറയാണ് പറയുക, കാലഗണന പറയുക. അദ്ദേഹം മൂകാംബിയിൽ ഈ സരസ്വതി ഭാവത്തിൽ ഉപാസകനായിട്ട് താമസിക്കലുണ്ടായി. അതിന് വേറെ പശ്ചാത്തലം വിസ്തരിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം തിരിച്ച് പനച്ചിക്കാട്ടേക്ക് പോരാൻ നേരം അദ്ദേഹത്തിൻ്റെ ഓലക്കുടയിൽ ഈ ദേവി, അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തിയായിട്ടുള്ള സരസ്വതി അദ്ദേഹത്തിൻ്റെ കൂടെ വരികയാണ് ഇവിടെ. അദ്ദേഹം പോലും അറിഞ്ഞില്ല അവിടെ. അദ്ദേഹം ഈ കുളത്തിലിറങ്ങി, ഈ കുളപ്പടവായിരുന്നു മുമ്പ് അവിടെ ഈ വിഷ്ണുക്ഷേത്രം പറഞ്ഞില്ലേ, വിഷ്ണുക്ഷേത്രത്തിൻ്റെ കുളമായിരുന്നു ഇപ്പം സരസ്വതി ഇരിക്കുന്ന സ്ഥലം. ഈ കുളപ്പടവിൽ ഈ ഓലക്കുട വെച്ചിട്ട് അദ്ദേഹം എടുക്കാൻ നോക്കുമ്പോൾ അത് പോരണില്ല, അവിടെ ഉറച്ചിരിക്കുകയാണ്. പിന്നീട് വിഷ്ണു ഒരു ബ്രാഹ്മണ രൂപത്തിൽ വന്ന് ഇദ്ദേഹത്തോട് പറയുകയാണ്, ഇത് സരസ്വതി അങ്ങയുടെ കൂടെ വന്നിരിക്കുകയാണ്, അങ്ങ് ഈ സരസ്വതി ചൈതന്യത്തെ ഒരു വിഗ്രഹത്തിലേക്ക് ആവാഹിച്ച് പ്രതിഷ്ഠിക്കണം. സാധാരണ വിഗ്രഹങ്ങൾ ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള വിഗ്രഹത്തിൽ പറ്റില്ല. അതിനൊരു മാർഗ്ഗം എന്താ വെച്ചാൽ, പനച്ചിക്കാട് പ്രദേശം ശരിക്കും പറയണത് തപോഭൂമിയായിരുന്നു എന്നാണ് പറയുക. മഹർഷിമാർ വന്ന് തങ്ങിയിരുന്ന സ്ഥലമാണ് അത്രേ. മഹർഷിമാർ വന്ന് താമസിക്കുന്ന സ്ഥലം സാധാരണ അവർക്ക് ചില ലക്ഷണങ്ങളുള്ള സ്ഥലങ്ങളിൽ മാത്രമേ അവർ ഈ തപോഭൂമിയായിട്ട് തിരഞ്ഞെടുക്കുകയുള്ളൂ. അവർ ദേശാന്തരചാരികളാണ് താനും. ഒരു സ്ഥലത്ത് കൂടുതൽ അടുത്ത സ്ഥലത്തേക്ക് പോകും. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഉപാസനാമൂർത്തി ആരോ ആ ദേവതാ സങ്കല്പത്തെ അവരുടെ തപശക്തി കൊണ്ടൊരു വിഗ്രഹം ഉണ്ടാക്കും, അതിലേക്ക് ആവാഹിച്ചിട്ട് ആരാധനകൾ നടത്തി അവരവിടുത്തെ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവർ ചെയ്യണമെന്ന് വെച്ചാൽ ഈ വിഗ്രഹം കൂടെ കൊണ്ടുപോകുമല്ല, മറിച്ച് ഇത് ഉദ്വസിച്ച് ഈ ചൈതന്യം അവിടുന്ന് വിടിയിച്ചിട്ട് ഈ വിഗ്രഹം അവിടെ വിട്ടാൽ പോവുക. അങ്ങനെ വിട്ടുപോയ ഒരു വനദുർഗ വിഗ്രഹമുണ്ട് അവിടെ. അത് കാടിൻ്റെ ഉള്ളിലാണ്. അത് മനുഷ്യരായിട്ടുണ്ടാക്കിയതല്ല, ഇവരുടെ തപശക്തി കൊണ്ടുണ്ടാക്കിയതാണ്. ആ വിഗ്രഹം കൊണ്ടുവന്ന് അതിലേക്ക് ഈ സരസ്വതി ചൈതന്യത്തെ ആവാഹിക്കണമെന്ന് ഈ വിഷ്ണു തന്നെ ഒരു ബ്രാഹ്മണ രൂപത്തിൽ വന്ന് ഇദ്ദേഹത്തോട് പറയുകയാണ്. അങ്ങയുടെ അനന്തരഗാമികളോ മാത്രമേ അതിലാരാധിക്കല്ല, അതിലെ ഈ സരസ്വതി സങ്കല്പത്തിൽ, അതിൻ്റെ ഈ ദേവതാ സങ്കല്പത്തിൽ ഉള്ള ആരാധന അങ്ങയുടെ അനന്തരഗാമികളാണ് ചെയ്യേണ്ടത്. അങ്ങേക്ക് മാത്രമേ നേരിട്ട് ഇതിൽ ആരാധിക്കാൻ പാടുള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങ് ചെയ്യേണ്ടത് തന്നെ അഭിമുഖമായിട്ട് വേറൊരു വിഗ്രഹം അങ്ങ് പ്രതിഷ്ഠിക്കുമെന്നാണ് പറഞ്ഞത്. അവിടെ ഞാൻ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പനച്ചിക്കാടിൻ്റെ ഒരു പശ്ചാത്തലം ക്യൂരിയസ് ആണ്, കുറച്ചുകൂടി പറഞ്ഞാൽ നന്നായിരിക്കും.